വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കുറേ വീഡിയോ ഒക്കെ ചെയ്യാതെ ഒരു വലിയൊരു ഗ്യാപ്പ് ഇട്ടിരുന്നു. മറ്റൊന്നുമല്ല, നമ്മൾ ബാക്ക് പെയിൻ ആയിട്ട് കുറച്ച് ബെഡ് റെസ്റ്റിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ നമ്മൾ ചെയ്യാതിരുന്നത്. അപ്പം നമ്മൾ വീണ്ടും വീഡിയോ ആയിട്ട് വരികയാണ്. അപ്പോൾ അതിനിടയിൽ പിന്നെ ഇപ്പോൾ ട്രാവലിംഗ് ഒക്കെ കുറച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മറ്റ് പ്രദേശങ്ങളിലെ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയാത്തത്. നമ്മൾ വീഡിയോ ചെയ്യുന്നത് പയ്യോളി മുതൽ നന്ദി വരെയുള്ള ദേശീയപാതയുടെ കാഴ്ചയാണ്. അപ്പോൾ അധികം വലിച്ചിട്ടില്ല. നമ്മുടെ വീഡിയോ നല്ല രീതിയിൽ സപ്പോർട്ട് വേണം, കാരണം കുറച്ചുകൂടി എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ യാത്ര ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും നിരന്തരം നിങ്ങളിങ്ങനെ കമൻറ്റ് ഇടുന്നതുകൊണ്ട് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ സപ്പോർട്ട് നിങ്ങളെ ഭാഗത്തുനിന്നുണ്ടാകണം. മെയിനായിട്ട് നമ്മൾ യാത്ര ചെയ്തുകൊണ്ട് കൂടുതൽ യാത്ര ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ബാക്ക് പെയിനായി വന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ബൈക്കിലായിരുന്നു യാത്ര ചെയ്യുന്നത്, ഇപ്പോൾ സ്കൂട്ടിയിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ബൈക്കിലുള്ള യാത്രയൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഇലക്ട്രിക് വാഹനം എന്നുള്ള രീതിയിലേക്ക് തിരഞ്ഞെടുത്താണ്. അപ്പോൾ ബൈക്കിൻ്റെ സുഖം എന്തായാലും നമ്മൾ സ്കൂട്ടിക്ക് കിട്ടില്ല എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് അത്യാവശ്യം ബാക്ക് പെയിനൊക്കെ വന്നത്. അപ്പോൾ നിങ്ങളെ ഭാഗത്ത് സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാം. അപ്പോൾ അധികം വലിച്ചിട്ടില്ല, നേരെ വീഡിയോയിലേക്ക് പോകണം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തത് പയ്യോളി വരെയാണ്, മൂരാട് മുതൽ പയ്യോളി വരെ. അതിനിടയിൽ പരുന്തൊക്കെ നമ്മളെ കരിയിലകൾ പാറി വരുന്നത് പോലെ ഇങ്ങനെ താഴോട്ടേക്ക് നമ്മളെ ക്യാമറക്ക് അഭിമുഖമായിട്ട് ഇങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങിയതുണ്ട്. ഡ്രോൺ പറക്കുമ്പോൾ അതിനുള്ള ഇരയാണെന്ന് കരുതിയിട്ടാണ് ചില അവസരത്തിൽ നമ്മളെ ക്യാമറയെ ലക്ഷ്യമിട്ട് വരുന്നത്. അപ്പോൾ നമ്മളെ പയ്യോളി ടൗണാണത്. പയ്യോളി ടൗണിലെ അപ്രോച്ച് റോഡിൻ്റെ വൺ സൈഡിലെ വർക്കുകൾ കഴിഞ്ഞു. അതേപോലെ തന്നെ ഫ്ലൈ ഓവറിൻ്റെ മുകളിലുള്ള വർക്കും കോൺക്രീറ്റിംഗ് വർക്കും അതോടൊപ്പം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേ ഓപ്പോസിറ്റ് സൈഡിൽ തിക്കോടി ഭാഗത്തേക്ക് കൊയിലാണ്ടി ഭാഗത്തേക്ക് പോകുന്ന സൈഡിലുള്ള അപ്രോച്ച് റോഡിൻ്റെ താറിങ് നടത്തുന്നത്. നമ്മളെ പയ്യോളി ബസ് സ്റ്റാൻഡാണിത്. പയ്യോളി ബസ് സ്റ്റാൻഡൊക്കെ ഒരു കാട് പിടിച്ചതുപോലെയുണ്ട്. ഹൈവേ വികസിച്ച് പുതിയ രീതിയിലേക്ക് മാറിയപ്പോൾ പയ്യോളി സ്റ്റാൻഡ് ഒന്ന് പുരോഗമിക്കേണ്ടതുണ്ട്. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ പുതിയ ബിൽഡിങ്ങുകൾ. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിന് മുന്നേ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ പയ്യോളിയിലെ പുതിയ ബിൽഡിങ്ങുകളൊക്കെ ഒന്നുകൂടി ക്യാമറയിൽ കാണിക്കണമെന്ന് ചില ആളുകൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റ് ഒന്ന് പുതിയ ബിൽഡിങ്ങുകളൊന്ന് കാണിച്ചതാണ്. അപ്പോൾ അത്ര ആവശ്യക്കാർ നമ്മൾ കാര്യമായിട്ട് പരിഗണിക്കുക. നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ക്യാമറയെ നമ്മൾ ബിൽഡിങ്ങിനെ കൊള്ളത്തിരിച്ചത്. അപ്പോൾ ഇതാണ് നമ്മൾ പയ്യോളി ടൗണിൽ സർവീസ് റോഡൊക്കെ താർ ചെയ്തു കേട്ടോ. നേരത്തെ കുണ്ടും കുഴിയൊക്കെ ഉണ്ടായിരുന്ന സർവീസ് റോഡ് ഇരു സൈഡിലും നല്ല രീതിയിൽ താർ ചെയ്ത് വൃത്തിയും വെടുപ്പൊക്കെ ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തൊക്കെ മണ്ണൊക്കെ അടിച്ച് കഴിഞ്ഞു. അതിൻ്റെ മുകളിൽ താറിങ്ങിൻ്റെ വർക്കും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിങ്ങിൻ്റെ വർക്കും കഴിഞ്ഞതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പയ്യോളി കഴിഞ്ഞ് പിന്നെ നമ്മൾ പെരുമാളുപുരം പയ്യോളി ഹൈസ്കൂളിൻ്റെ ആ ഒരു ഭാഗമാണ്. പയ്യോളി ഹൈസ്കൂളിൻ്റെ ഭാഗത്തും താറിങ്ങൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പയ്യോളിയിലെ ഇരു സൈഡിലെയും സർവീസ് റോഡ് അങ്ങേയറ്റം പൊട്ടിപ്പൊളിഞ്ഞ് അതേപോലെ തന്നെ ഡ്രൈനേജിൻ്റെ സ്ലാബുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. വാഹനങ്ങൾക്ക് സുരക്ഷിതമായിട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു എക്സിറ്റ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഈ അപ്രോച്ച് റോഡ് കഴിഞ്ഞ ഉടൻ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു എക്സിറ്റ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന പയ്യോളി പെരുമാളൂർ സ്കൈ സ്കൂളിൻ്റെ തൊട്ട് മുന്നേയുള്ള ഭാരത് പെട്രോൾ പമ്പാണ്. ആ ഭാരത് പെട്രോൾ പമ്പിൻ്റെ ഭാഗത്തൊക്കെ ഒരു 2 വർഷം മുന്നേ, 1 വർഷം മുന്നേ വരെ വെള്ളക്കെട്ടും അതേപോലെ തന്നെ വെള്ളമൊക്കെ നിറഞ്ഞൊരു പ്രദേശമായിരുന്നു. അപ്പോൾ എന്തായാലും ഈ വർഷം നമ്മളെ ഈ പെരുമാളുപുരം ഈ ഒരു ഭാഗത്തുള്ള വെള്ളക്കെട്ടിൽ നിന്ന് നമ്മളെ വാഹനങ്ങൾക്ക് മോക്ഷം ലഭിക്കും. കാരണം ഈ അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞു. പയ്യോളി പെരുമാൾ ഹൈസ്കൂളിൻ്റെ ആ ഭാഗത്തുള്ള അണ്ടർ പാസേജിൻ്റെ വർക്ക് പൂർണ്ണമായും കഴിഞ്ഞു. അതിൻ്റെ മുകളിൽ ഷീറ്റ് കാര്യങ്ങളൊക്കെ വിരിച്ചു കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ താറിങ്ങിൻ്റെ വർക്ക് ഫൈനൽ താറിങ് മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഈ മഴക്കാലത്ത് ഇതിലെ സഞ്ചരിക്കാം എന്ന് സാരം. ഓൾറെഡി ഇപ്പം വാഹനങ്ങൾ ചെറിയ വാഹനങ്ങളൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ പയ്യോളി ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടാണിത്. ഈ ഭാഗത്തൊക്കെയായിരുന്നു ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ കുണ്ടൊക്കെ മഴക്കാലത്ത് വെള്ളം കെട്ടി നിന്നുകൊണ്ട് റോഡ് പൊളിഞ്ഞു പോകുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള ഡ്രൈനേജ് കൂടെ കുറച്ചുകൂടി ക്ലീൻ ചെയ്തില്ലെങ്കിൽ വീണ്ടും സർവീസ് റോഡിലോട്ട് വെള്ളം കെട്ടി വെക്കുക. ഇനിയിപ്പോൾ സർവീസ് റോഡിലൂടെ അല്ലാതെയും വാഹനങ്ങൾക്ക് ഇപ്പോൾ 6 വരിയിലൂടെയൊക്കെ കടന്നു പോകാൻ കഴിയും. പിന്നെ ഇവിടെ ഒരു കൾവേർട്ടുണ്ട്. ആ കൾവേർട്ടിൻ്റെ വർക്ക് കൂടി നടക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ ആ കൾവേർട്ടിൻ്റെ വർക്ക് കൂടി കഴിഞ്ഞാൽ ഈ 6 വരിയുടെയും താറിങ്ങി ഇവിടെ പൂർണ്ണമാവും. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മളെ പയ്യോളി മുതൽ നന്ദി വരെ ഇപ്പോൾ അണ്ടർ പാസേജിൻ്റെ ഒക്കെ വർക്ക് ഏതാണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു പയ്യോളി കഴിഞ്ഞ ഉടൻ തന്നെ പെരുമാളുപുരം കഴിഞ്ഞപ്പോൾ ഈ ഭാഗത്തൊക്കെ 6 വരിയുടെ താറിങ് കഴിഞ്ഞു. അതേപോലെ തന്നെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിങ് കഴിഞ്ഞു. അതേപോലെ തന്നെ ക്രാഷ് ബാരിയറിൻ്റെ മുകളിൽ ആൻറ്റി ഗ്ലെയർ സ്ക്രീനോ ആൻറ്റി ഗ്ലെയർ, അതായത് ക്രാഷ് ബാരിയർ ടേണിങ്ങുള്ള ഭാഗങ്ങളിലും അതേപോലെ തന്നെ ക്രാഷ് ബാരിയർ രാത്രികാലങ്ങളിൽ ഉണ്ട് എന്ന് വളരെ കൃത്യമായി തെളിയാൻ വേണ്ടിയിട്ടാണ് ഒരു ആൻറ്റി ഗ്ലെയർ ഇത് കൊടുത്തിരിക്കുന്നത്. അതായത് അത് നമ്മൾ കാണിച്ചു തരാം എങ്ങനെയാണ്. അത് കുറച്ചുകൂടി
മുന്നോട്ട് തിക്കോടി ഭാഗങ്ങളിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ തിക്കോടിയുടെ ഭാഗങ്ങളിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു. ഇനി ട്രാക്ക് മാർക്ക് ചെയ്യാനുള്ള വർക്കും അതോടൊപ്പം തന്നെ നമ്മൾ എൻട്രി എക്സിറ്റ് പോയിൻറ്റുകളൊക്കെ മാർക്ക് ചെയ്യാനും അതേപോലെ തന്നെ ലെവൽ ക്രോസിങ് അതേപോലെ ക്യാമറ മറ്റ് കാര്യങ്ങളൊക്കെയാണ് കാര്യമായിട്ട് ഈ ഒരു പ്രദേശത്ത് നടക്കാൻ ബാക്കിയുള്ളത്. വർക്ക് നമ്മളെ ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പിൻ്റെ ഭാഗത്താണുള്ളത്. അപ്പോൾ ഈ ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തും മറ്റു കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. ഇത് നമ്മളെ തിക്കോടി പെട്രോൾ പമ്പിൻ്റെ ഭാഗത്താണ്. തിക്കോടി പെട്രോൾ പമ്പിൻ്റെ ഭാഗത്ത് ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പോസ്റ്റുകൾ ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട്. ഒരുപാട് സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞ് സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നത് നമ്മളെ ഈ ക്രാഷ് ബാരിയറിൻ്റെ മുകളിൽ ഇങ്ങനെ ഡ്രില്ല് ചെയ്തതിന് ശേഷം നട്ടും ബോൾട്ടൊക്കെ ഇട്ടിട്ടാണ് സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പിന്നെ വയറിങ് കാര്യങ്ങളൊക്കെ ഇതിലാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് വരുന്നത്. ഇതാണ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഇരു സൈഡ് സർവീസ് റോഡിലേക്കും അതോടൊപ്പം തന്നെ 6 വരിയിലേക്കും കിട്ടുന്ന രീതിയിൽ. അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റിനകത്ത് നമ്മളെ വയർ ഒക്കെ കടത്തി വിടാൻ വേണ്ടിയിട്ടുള്ള ഫ്ലെക്സിബിൾ പൈപ്പ് വന്നത്. അപ്പോൾ ആ പൈപ്പൊക്കെയാണ് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. ഓറഞ്ച് കളർ ഇതിൻ്റെ മുകളിലൂടെ അടിച്ചു കൊണ്ടുപോവാണ്. അപ്പോൾ പിറകിലൂടെയാണോ അതിൻ്റെ പിറകിലൂടെ അടിച്ചു കൊണ്ടുപോകും. പിറകിലൂടെ അടിച്ചു കൊണ്ടുപോകും. കാണുന്നുണ്ടോ അറിയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ആൻറ്റി ഗ്ലെയർ സ്ക്രീൻസ് ഇൻസ്റ്റാൾ ചെയ്ത ഒരു കാഴ്ചയാണ്. ഇപ്പോൾ പച്ച ഫൈബറിൻ്റെ പീസാണ്. ഫൈബർ മെറ്റീരിയൽസാണ് ഇവിടെയൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഏകദേശം 1 മീറ്ററിൻ്റെ അടുത്താണ് ഇതിൻ്റെ ലെങ്ത്ത് ഉള്ളത്. പിന്നെ ഗ്യാപ്പൊക്കെ കുറവാണെന്നൊക്കെ ചില ആൾ പറയുന്നത്. എന്നാൽ വലിയ രീതിയിൽ ഗ്യാപ്പൊന്നും നമുക്ക് കുറവായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ അത്യാവശ്യം ടേണിങ്ങുകളിലൊക്കെയാണ് കൂടുതലായിട്ടും ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ വാഹനങ്ങൾക്ക് പെട്ടെന്ന് ക്രാഷ് ബാരിയർ ഉണ്ട് എന്നൊക്കെ നമ്മൾ രാത്രി കാലങ്ങളിൽ ലൈറ്റ് അടിക്കുമ്പോഴൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇത് ഉപകരിക്കും. അപ്പോൾ നമ്മളെ തിക്കോടി പെട്രോൾ പമ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പുതിയ കാഴ്ചയാണ്. അപ്പോൾ വർക്കൊക്കെ ഏതാണ്ടൊക്കെ ഈ ഭാഗങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിക്കോടി FCIൻ്റെ ഗോഡൗണിൻ്റെ ഭാഗത്താണ്. ഇവിടെയൊക്കെ 6 വരിയുടെ താറിങ് പൂർണ്ണമായും കഴിഞ്ഞു. അതേപോലെ തന്നെ ക്രാഷ് ബാരിയർ കോൺക്രീറ്റിങ് കഴിഞ്ഞു. അതേപോലെ തന്നെ തിക്കോടി FCIൻ്റെ ഗോഡൗണും അതോടൊപ്പം തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ പ്രദേശത്തൊക്കെ മതിൽ കാര്യങ്ങളൊക്കെ കെട്ടി സുരക്ഷിതമാക്കിയിട്ടുണ്ട്. നല്ല പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ അടിച്ചത് നമുക്ക് കാണാൻ റൈറ്റ് സൈഡിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഈ ഭാഗത്ത് വളരെ നന്നായിട്ട് ഇപ്പോൾ വാഗാട് ഇപ്പോൾ റീസെൻ്റ്ലി 1 മാസം കൊണ്ട് ഈ ഭാഗങ്ങളിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പുരോഗതി തന്നെ വരുത്തിയിട്ടുണ്ട്. നേരെ നമ്മൾ നന്ദി ഭാഗത്തേക്കാണ്. പാലൂർ നന്ദി ഭാഗത്ത് ഇവിടെയൊക്കെ 2 പുതിയ ഹൈവേ പണി നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നേരത്തെയുള്ള പള്ളികളൊക്കെ പൊളിച്ചപ്പോൾ 2 പുതിയ പള്ളികളൊക്കെ ഈ ഒരു പ്രദേശത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഒരു അണ്ടർ പാസേജിൻ്റെ വർക്ക് ഈ ഭാഗത്തുള്ള ഒരു അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെയുള്ള അപ്രോച്ച് റോഡും അണ്ടർ പാസേജും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ഭാഗത്ത് ചെറിയ രീതിയിൽ വർക്കുണ്ട്. അതേപോലെ തന്നെ 3 വരിയുടെ താറിങ് കഴിഞ്ഞപ്പോൾ 3 വരിയുടെ താറിങ്ങും അതോടൊപ്പം തന്നെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുമാണ് ഇവിടെ ബാക്കിയുള്ളത്. ഈ വർക്ക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പയ്യോളിയിലെ ട്രാഫിക് ബ്ലോക്കൊന്നും ഇല്ലാതെ വളരെ സുഗമമായി തിക്കോടിയിലൂടെ നമ്മൾ പുതിയ 6 വരിയിലൂടെ വളരെ സുഖമായിട്ട് സഞ്ചരിക്കാൻ കഴിയും. ഈ കാണുന്ന പുതിയ താറിങ്ങുകളിൽ നല്ല ബ്ലാക്കുള്ള ഇതൊക്കെ റീസെൻ്റ്ലി താറിയതാണ്. അതേപോലെ തന്നെ സർവീസ് റോഡും പുതുതായിട്ട് താറിയതാണ്. അത്തരത്തിൽ നല്ല മാറ്റം ഈ ഭാഗത്ത് വന്നിട്ടുണ്ട്. അതേപോലെ തിക്കോടി ഭാഗത്ത് നല്ല രീതിയിൽ ടേണിംഗ് ഉണ്ട്. അതായത് ഒരുപാട് ടേണിങ്ങുകൾ തിക്കോടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നന്ദി വരെ ഏകദേശം 1 കിലോമീറ്ററിൻ്റെ മുകളിൽ വളരെ വിശാലമായിട്ട് റോഡ് ടേണിങ്ങുകളൊന്നുമില്ലാതെ വിശാലമായി കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളെ 6 വരി പയ്യോളി മുതൽ നന്ദി വരെ തിക്കോടി ഭാഗത്തുള്ള ഒരു അണ്ടർ പാസേജിൻ്റെ വർക്ക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴയ്ക്ക് മുന്നേ കംപ്ലീറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ കഴിയും. അപ്പോൾ അതിനിടയിൽ വാഗാടിൻ്റെ ടോറസാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വാഗാടിൻ്റെ ടോറസ് മണ്ണ് കൊണ്ട് നമ്മുടെ നന്ദി ഭാഗത്തുള്ള ആ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്കിന് ആവശ്യമായ മണ്ണുമായിട്ട് പോവാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഇരു സൈഡിലെയും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 6 വരിപ്പാത ഇപ്പോൾ താൽക്കാലികമായി ക്ലോസ് ചെയ്തിട്ടാണുള്ളത്. അത്യാവശ്യ വാഹനങ്ങളൊക്കെ അതിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നന്ദി വരെയുള്ള പുതിയ ദേശീയപാതയുടെ കാഴ്ച. വാഗാടിനെ സംബന്ധിച്ചിടത്തോളം പയ്യോളി മുതൽ നന്ദി വരെ ഈ വർക്ക് എടുക്കുന്ന സമയത്ത് പരമാവധി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ച് തന്തയ്ക്ക് വിളിപ്പിച്ചിട്ടൊക്കെയാണ് ഈ പരുവത്തിൽ എത്തിയിരിക്കുന്നത്. 3-4 വർഷം കഷ്ടപ്പാടും ദുരിതവും ബുദ്ധിമുട്ടും തന്നെയായിരുന്നു ഈ പ്രദേശവാസികൾക്കും അതോടൊപ്പം തന്നെ ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്കൊക്കെ
മറ്റൊന്നല്ല സർവീസ് റോഡ് കുണ്ടും കുഴിയും അതേപോലെ തന്നെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരുപാട് ദുരിതത്തിൻ്റെ കഥ ഒരുപക്ഷെ പയ്യോളി, തിക്കോടി, നന്ദി ഭാഗത്തുള്ള ജനങ്ങൾക്ക് പറയാനുണ്ടാവും. അപ്പം നമ്മൾ തന്നെ പല അവസരത്തിൽ ഈ പ്രദേശത്തുള്ള റോഡൊക്കെ ടാർ ചെയ്യാതെ ഇതിലെയൊക്കെ വാഹനങ്ങൾ ഡൈവേർട്ട് ചെയ്ത് വിട്ടൊരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ തന്നെ പലപ്പോഴും വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊക്കെ റീസെൻ്റ്ലി മണ്ണടിച്ച് ഉയർത്തിയതാണ്. അതിൻ്റെ മുകളിൽ മണ്ണൊക്കെ ഏതാണ്ട് ഉയർത്തി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിൽ ടാറിങ്ങിൻ്റെ വർക്കാണ് കഴിയാനുള്ളത്. അതേപോലെ നന്ദി ഭാഗത്തുള്ള ആ ഫ്ലൈ ഓവറാണ്. ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യാനുള്ള വർക്ക്. ഇതൊക്കെ മഴയ്ക്ക് മുന്നേ വാകാട് തീർക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് മഴയ്ക്ക് മുന്നേ ഈ ഒരു അപ്രോച്ച് റോഡും അതേപോലെ തന്നെ ഫ്ലൈ ഓവറുമായി ബന്ധിപ്പിക്കുന്ന ഭാഗത്തുള്ള വർക്ക് കഴിഞ്ഞാൽ വലിയ ആശ്വാസമായിരിക്കും. ഇപ്പം നമ്മുടെ പഴയ ദേശീയപാതയാണ് റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്നത്. പുതിയ ദേശീയപാത ഈ രീതിയിലെ നമ്മൾ കുന്നിയോറാമല പുതിയ പാതയിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഫ്ലൈ ഓവർ കഴിഞ്ഞ് ഉടൻ തന്നെ മറ്റൊരു ചെറിയൊരു അണ്ടർ പാസേജ് ഉണ്ട്. അതായത് നമ്മൾ പേരാമ്പ്ര നമ്മൾ മേപ്പയ്യൂർ ഭാഗത്തൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു അണ്ടർ പാസേജ്. ആ അണ്ടർ പാസേജിൻ്റെ വർക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയും അപ്രോച്ച് റോഡ് നിർമ്മിക്കേണ്ടത്. അപ്രോച്ച് റോഡിൻ്റെ ഈ സൈഡിൽ മണ്ണ് അടിക്കാനുള്ള വർക്ക്. പിന്നെ RE പാനലുകളൊക്കെ വെച്ചുകൊണ്ട് ഇവിടെയും മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാഗാടിൻ്റെ വാഗാടിൻ്റെ ക്രഷറാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ ഭാഗത്തൊക്കെ നമുക്ക് ക്യാമറക്കൊന്നും പ്രത്യേകിച്ച് ആക്സസ് ഇല്ലായിരുന്നു. ഇപ്പോൾ നല്ല മാറ്റം നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുത്തത് അതായത് മാർച്ച് 22-നാണ് നമ്മൾ വീഡിയോ എടുത്തത്. ഏറ്റവും ലേറ്റസ്റ്റ് ഇന്നെടുത്ത വീഡിയോ ഇന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട്, ക്ഷമിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ നന്ദി വരെയുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്. അപ്പോൾ പരമാവധി ലൈക്ക്, കമൻറ്റ്, ഷെയർ, സൂപ്പർ താങ്ക്സ് എന്തൊക്കെ യൂട്യൂബിനകത്ത് സപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അതൊക്കെ നൽകി സപ്പോർട്ട് ചെയ്യുക. പരമാവധി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക. നല്ല രീതിയിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ലൈക്കിനനുസരിച്ച് വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ അതാണ് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും താങ്ക്സ്. അപ്പോൾ ഒരിക്കൽ കൂടി ആരെങ്കിലുമൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്ന ആളുകളിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസ് നമ്മൾ ഈ അടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.